വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇഷ്ടം അടിപൊളിയായിട്ടിരിക്കുന്നു. കാര്യമായ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ ഈ ഒരു വീഡിയോ നല്ല പുറത്ത് വെളിച്ചുള്ള സമയത്ത് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. രാവിലെ ഒരു 10:30-11 മണിയായിരുന്നു ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച സമയം. പക്ഷെ ഇപ്പൊ സമയം വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വന്നപ്പോഴേക്ക് 4 മണിയായി. അപ്പൊ കാര്യമായിട്ടുള്ള ഈ ഒരു പാക്കിംഗ് വളരെ സെൽഫിഷ് ആയിട്ടാണ് ഇഷ്ടം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ എന്തെങ്കിലും ഡ്രസ്സ് ഒരു സോക്സെങ്കിലും എടുത്ത് വെച്ചോ. അപ്പോ നമ്മൾ കാര്യമായിട്ട് ഈ പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബെൽജിയത്തില് ആർഡനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. എല്ലാ കൊല്ലവും ഡിസംബറിൽ നമ്മൾ ഇവിടുത്തെ നെതർലൻഡ്സ് ഫാമിലി, NL ഫാമിലി നമ്മൾ വിളിക്കും, നമ്മളെല്ലാവരും ചേർന്ന് ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ പോവുക. 1-2 രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഗെയിംസ് ഒക്കെ കളിച്ച് ഒരുമിച്ച് വർത്താനം പറഞ്ഞ് കിടന്നുറങ്ങിയിട്ടുള്ള ഒരു 2-3 ദിവസങ്ങൾ നമ്മൾ എല്ലാ വർഷവും ഡിസംബറിൽ പ്ലാൻ ചെയ്യാറുണ്ട്. അതനുസരിച്ച് എല്ലാവരും ഒരു വെക്കേഷൻ ലീവ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ നാളെയും മറ്റന്നാളുമാണ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും കൂടെ ബെൽജിയം ആർഡനാസ് എന്നുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. എല്ലാവരും കൂടെ ഇപ്പൊ എണ്ണ എടുത്തതനുസരിച്ചിട്ട് ഏകദേശം ഒരു 23-24 ആൾക്കാരുണ്ട്, കുട്ടികളും കൂടെ ചേർത്തിട്ട് കേട്ടോ. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവർക്കും കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേ സഞ്ചേട്ടൻ കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെ കുക്ക് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ സഞ്ചേട്ടനും അച്ചേച്ചിയും കൂടെ പോയിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ തീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ന് രാത്രിയോടെ പോയിട്ട് നമ്മൾ എന്ത് കുക്ക് ചെയ്യണം, നാളെ ഉച്ചയ്ക്ക് എന്ത് കുക്ക് ചെയ്യണം, നാളെ എന്ത് കുക്ക് ചെയ്യണം എന്നുള്ള എക്സൽ ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം ഒരു 5:30 ഞാനും വിഷ്ണു പ്രഭുവും ഗീതും ഒരു കാറിലായിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ദിപിഞ്ചേട്ടൻ ദീപത്തിച്ച് എല്ലാവരും പോയിട്ടുണ്ട്. 6 മണിക്കാണ് ചെക്കിൻ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ഇവിടെ എത്തണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വിഷ്ണുവും ഗീതും ഒക്കെ ഒന്ന് വർക്കിംഗ് ആണ്. ഇന്നല്ല അവരുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഈ വർഷത്തെ. ഇവർ രണ്ടുപേരും ഇക്കൊല്ലം പകുതിക്ക് വെച്ചിട്ടല്ല ജോലിക്ക് ചേർന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വേണ്ടത്ര വെക്കേഷൻ ലീവ്സ് ഇല്ല. പിന്നെ വിഷ്ണു കുറച്ച് വെക്കേഷൻ ലീവ് നമ്മൾ ഇറ്റലി പോയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രദുവും ഗീതുവിന്റെയും വീട് മാറുന്ന സമയത്ത് ഗീതു കുറച്ച് വെക്കേഷൻ ലീവ്സ് എടുത്തതുകൊണ്ട് അത്രയധികം ഇനഫ് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഇവർ തിങ്കളും ചൊവ്വയും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എന്തിനാണ് ഇവിടെ പറയുന്നത്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. തൽക്കാലം ഇപ്പൊ ഞാനും വിഷ്ണുവും പ്രദുവും ഗീതുവും കൂടെ ഒരു 5-5:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. 3.5 മണിക്കൂർ ഡ്രൈവാണ് വരുന്നത്. പാക്കിംഗ് കഴിഞ്ഞിട്ടില്ല. ഇനി ഏകദേശം 1.5 മണിക്കൂറുണ്ട് നമുക്ക് ഇറങ്ങാനുള്ള സമയത്തോട്ട്. അപ്പോൾ ഇനി പാക്കിംഗ് മാത്രമാണ് ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 പേര് പുറത്തിടുന്ന ഡ്രസ്സ്, 2 പേർ അകത്തിടുന്ന ഡ്രസ്സ്, അതായത് അകത്തിടുന്ന ഡ്രസ്സല്ല കേട്ടോ, 2 പേരും നമുക്ക് ഹൗസ് ക്ലോത്ത്, പിന്നെ നമ്മുടെ ഇന്നർവേഴ്സും കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാക്കിംഗ് കഴിഞ്ഞു. കാര്യമായിട്ട് പാക്കിങ്ങിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എത്തവണ. കാരണം ദീപചേച്ചി അമ്മച്ചേച്ചിയും ഗീതും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ആയിട്ട് അവർ തന്നെ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഞാൻ കൊണ്ടുപോയില്ലെങ്കിലും അതൊരു വിഷയമല്ല. അപ്പോൾ തൽക്കാലം ഇനി കൂടുതൽ വർത്താനം പറഞ്ഞാൽ ഞാൻ ചെലാക്കുന്നില്ല. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. പാക്കിംഗ് ഓൾമോസ്റ്റ് തീർന്നു. ഈ ഇരിക്കുന്ന പച്ചപ്പെട്ടി, ഞാൻ ഇതാണ് ക്യാമറ എന്ന് വിചാരിച്ച് അങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത്. ഈ ഇരിക്കുന്ന പച്ചപ്പെട്ടി എൻ്റെ പുതിയ പെട്ടിയാണ്. അപ്പോൾ ഇതെനിക്ക് റോസ് ആൻഡ് ഷിപ്പിംഗ് കൂടെ ഗിഫ്റ്റ് ഉള്ളതാണ് കേട്ടോ. അതിൽ എൻ്റെ സാധനങ്ങളെല്ലാം ഈ സൈഡിൽ എനിക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളും ഈ സൈഡിൽ എനിക്ക് പുറത്തു പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളും പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ ഇന്നലത്തെ വ്ളോഗിലാണ് പറഞ്ഞു തോന്നണോ, ഒരു തെർമൽ പൂളുണ്ട് അവിടെ പുറത്ത്. അപ്പോൾ ഒരു സ്വിം ഡ്രസ് നമുക്ക് വെക്കണം. പിന്നെ വിഷ്ണുവിന്റെ കാര്യങ്ങളെല്ലാം വിഷ്ണു ഡഫൽ ബാഗിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രി നമ്മൾ ഇനി കൂടി പോയാൽ ഇറങ്ങുന്നത് വല്ല പെട്രോൾ പമ്പിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു സ്വെറ്ററും ഒരു വളരെ ലൂസ് ആയിട്ടുള്ള ഒരു പാൻസും ഇടാന്നാണ് വിചാരിക്കണം. അപ്പൊ ഈ സ്വെറ്ററാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള. പിന്നെ പുറത്തേക്ക് പോകുന്ന ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇറ്റലിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് ഓരോ ദിവസം എന്താ ഇടേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വളരെ കുറച്ച് ടൈം റെഡി ആവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അത് ഞാൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കുറച്ച് ഡ്രസ്സ് മാച്ച് ആവുമെന്ന് വിചാരിച്ച കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആണെങ്കിൽ ദീപചേച്ചി വരുന്നുണ്ടെന്നുള്ള ആശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ദീപചേച്ചിക്ക് 2 കൊല്ലം അവിടെ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രസ്സായിരിക്കും ദീപചേച്ചി വരുന്നുണ്ടായിരിക്കുക. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പാക്കിംഗ് ഓൾമോസ്റ്റ് ഡൺ ആണ്. വിഷ്ണുവിന് എന്തെങ്കിലും വെക്കാനുണ്ടോ? മരുന്നൊന്നും വെച്ചിട്ടില്ല. പാരസെറ്റമോളോ മുടിയാണ്. കാശിക്ക് പോണല്ലേ പോണത്. 2 ദിവസം ഇത്രയധികം ഡ്രസ് തന്ന് അതാ പറഞ്ഞു കുറച്ച് ഓവറാണ്, കുറച്ച് കളഞ്ഞോളൂ. ഞാൻ ഇതിൽ എന്തോ ഓവറാക്കിയിട്ടില്ല. ഇത് എന്റെ ഒരു പേര ഡ്രസ്സ്.
ഇതെന്റെ ഒരു പേര് ഡ്രസ്സ്, ഇതൊരു തെർമല്, ഇതൊരു ലെഗിൻസ്, ഇതൊരു സ്വിം സ്യൂട്ട്, 2 പേര് ഡ്രസ്സ് വീട്ടിലിടാൻ, ഒരു സ്കാർഫ്. റോസ്റ്റോട് അടിച്ചിട്ടുണ്ട് പറഞ്ഞ പെട്ടി എത്ര പോരാന്ന്. സാധനം കൊള്ളുന്നില്ല. വിഷ്ണു എന്റെ ബാഗ് അടയ്ക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ കൊള്ളില്ലെങ്കിൽ നമുക്ക് വേറൊരു ചെറിയ ബാഗിലിട്ടിട്ട് എടുക്കാം. എന്തായാലും ഈ മറ്റേ സ്ട്രെയിറ്റ്നറും ഒക്കെ നമുക്കത് ചെയ്യേണ്ടി വരും. യാ, എൻ്റെ എന്തെങ്കിലും സഹായം. എൻ്റെ പെട്ര കളർ എങ്ങനെയുണ്ട്? ഞാൻ ചൂസ് ചെയ്ത കളറാണ്. എനിക്ക് എൻ്റെ ആക്സസറീസ് ഒക്കെ ഭയങ്കര യമണ്ടൻ കളറാകുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഒരു മഞ്ഞയും നീലയും കൂടെ ആക്കി ആഡ് ചെയ്യാൻ പറ്റുകയും ചെയ്തേനെ. വിഷ്ണു എടോ, ഹൗസ് ചപ്പലും പിന്നെ മറ്റേ ബെഡ്ഷീറ്റ്സ് എടുക്കാൻ പറഞ്ഞിട്ടില്ലേ? ഒരു ബ്ലാങ്കറ്റ്സ് മാത്രമേ കേട്ടുള്ളൂ. എല്ലാ ഫാമിലിയും കാർ എടുക്കുന്നില്ല കേട്ടോ. മൊത്തം എത്ര ആൾക്കാരുണ്ട്, അപ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ എത്ര സീറ്റ് വേണം, അതിനനുസരിച്ചിട്ടാണ് കാർ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് മിനിറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങോട്ട് മാറണോ ഇങ്ങോട്ട് മാറണോ എന്നുള്ളതൊക്കെ. ആ ഒരു കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5:30 ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇറങ്ങണം എന്ന് വിചാരിച്ചു. 5 മിനിറ്റിൽ ഇറങ്ങാം കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കില്ലേ? അതായത് നമ്മളിപ്പോ അവിടെ 2 ദിവസം കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് സഞ്ചേട്ടനും അച്ചേച്ചും പോയി വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ ലഗേജിൽ കൊണ്ടുപോകാണ്ട്. പിന്നെ നാളെ ഉച്ചത്തേക്ക് ബിരിയാണി വെക്കാനാണ് പ്ലാൻ. ഇപ്പൊ ഒരു വലിയ ബിരിയാണി ചെമ്പൊക്കെ ആയിട്ടാണ് നമ്മൾ പോണത്. അപ്പൊ അത് ഏത് വണ്ടിയിൽ എങ്ങനെ കൊള്ളിക്കും, ആൾക്കാർ അവിടെ കയറുന്ന ഡിസ്കഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെയ്ത്തൻ നമ്മുടെ ഒപ്പം വരുന്നതെന്ന് നമുക്ക് പറഞ്ഞ. അപ്പൊ ഞാൻ കുറച്ച് ഫുഡ് കുക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഫുഡ് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ കുറച്ച് ഇഡ്ഡലി ദോശ മാവിരിക്കുന്നുണ്ടായിരുന്നു, അത് ചുമ്മാ കളയേണ്ടി വരും. അപ്പൊ അതിന് പകരം ഞാൻ അത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ഡിമാൻഡ് ആയിരിക്കും, രാത്രിയോടെ എത്തുമ്പോൾ എല്ലാവർക്കും വിശക്കും. അപ്പൊ ഞാൻ കുറച്ച് ഇഡ്ഡലി ചട്നിയും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഹോട്ട് ആൻഡ് കോൾഡ് ബാഗിലാക്കി വെച്ചാൽ വലിയ തരത്തിലുള്ള അത് അവിടെ എത്തുന്ന എനിക്ക് തോന്നുന്നു. പിന്നെ ഇന്നലെ നമ്മള് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് ഇന്ത്യൻ ഗ്രോസറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്നാക്സ് അതുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞു വിചാരിച്ചു, നമുക്ക് ആ കിച്ചൺ വേസ്റ്റ് കളയണം കേട്ടോ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഹൗസ് ചപ്പല് വെക്കാൻ മറക്കണ്ട കേട്ടോ, അവിടെ എത്തിയിടാണ്ടാവില്ല. ഇത്രയൊക്കെ ഓർമ്മിപ്പിച്ചാലും വീണ്ടും വീണ്ടും പറഞ്ഞാലും നമ്മുടെ രണ്ടുപേരും സ്വഭാവം അനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ രണ്ടുപേരും ലഗേജ് നമ്മൾ തൽക്കാലം അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രദൂന്റെയും ഗീതുവിന്റെയും ബാഗും പിന്നെ മാവ് ഊരി പോവില്ല. അതെങ്ങനെ? വേണമെങ്കിൽ സീൽ ചെയ്യും, അടുത്തിട്ട് സീൽ ചെയ്യണോ ഇനി? അപ്പോൾ നമ്മുടെ ലഗേജ് നമ്മൾ എങ്ങനെയോ അതിൻ്റെ അകത്ത് കയറ്റിയിരുന്നു. അധികം ലഗേജ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ മാത്രം. ഇനി പ്രദൂന്റെയും ഗീതുവിൻ്റെയും ലഗേജും പിന്നെ അതിൻ്റെ ഒപ്പം ഗ്രോസറിയുടെ ഒരു കവറും കൂടെ അവരുടെ കയ്യിലാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് കാറിൽ കയറുമോ? എല്ലാം ലോക്ക് ചെയ്തു. ഞാൻ ചെരുപ്പെടുത്തു. എല്ലാം എടുത്തില്ല വിഷ്ണു? 5:30 ആയിട്ടുള്ള സമയം. വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ ലഗേജ് കറക്റ്റായിട്ട് വണ്ടിയിൽ കൊള്ളില്ല എന്നാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഡഫൽ ബാഗും പിന്നെ നമ്മുടെ ഹൗസ് സ്റ്റപ്പലും എല്ലാം ഫ്രണ്ടിലാണ് വെച്ചിട്ടുള്ളത്. ബാക്കി കുറച്ച് കാര്യങ്ങൾ ബാക്കിൽ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, തന്നെ ടെൻഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് ഗോ ടു ആർഡനസ്, ബെൽജിയം. ആർഡനസ് തന്നെയല്ലേ പറയാ? ആർഡനസ്. എനിക്ക് ഞാൻ മുന്നേ ഇത് വായിച്ചു നോക്കിയ ഒരു ഓർമ്മയുണ്ട്, നമ്മൾ മുന്നേ പോയപ്പോൾ. തൽക്കാലം നമുക്ക് നേരെ ആർഡനസ്ക്ക് അല്ല, പ്രദൂന്റെയും ഗീതുവിന്റെയും അങ്ങോട്ട് പോയി. അതിന് ഓൺ ദ വേ നമുക്ക് നെയ്ത്തിനെ പിക്ക് ചെയ്ത് പ്രദൂന്റെയും ഗീതുവിന്റെയും പോയിടിച്ച്. അപ്പൊ അങ്ങനെയാണോ നമ്മൾ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് പ്രദൂന്റെ വീട്ടിലേക്ക് ജസ്റ്റ് ഒരു 5 കിലോമീറ്ററിന്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു 8-9 മിനിറ്റ് എടുക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് സ്കൂളിൽ വരുന്ന 2 സൈഡിൽ എവിടേക്കോ ആയിട്ട് സ്കൂളുണ്ട്. അപ്പൊ ഈ റോഡ് ഫുൾ 30-ലാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അതും ഓരോ 50 മീറ്ററിലും അവർ ഹമ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുതിരവണ്ടിയുടെ മുകളിൽ പോകുന്ന പോലെ ചാടി 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 അങ്ങോട്ട് എത്താൻ 10 മിനിറ്റിന്റെ അടുത്തൊക്കെ എടുക്കും. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഭയങ്കര പങ്ക്ച്വലായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പ്രദു. 5 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 5 മണിക്ക് പ്രദു റെഡി ആയിരിക്കും. ഇങ്ങനെ പുറത്തു പോകുന്ന സിറ്റുവേഷനിലൊക്കെ എൻ്റെ ടൈം മാനേജ്മെന്റ് കുറച്ച് മോശമാട്ടോ. പക്ഷെ പ്രദു എനിക്കിപ്പോൾ ഒരു ഭയങ്കര മോട്ടിവേഷനാണ് കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പൊളി വിളിക്കും ബെൽജിയത്തുമ്പോഴേക്ക് അല്ലേ. ഹോട്ട് ചോക്ലേറ്റ് കുടിക്കും, സ്നാക്സ് കഴിക്കും അല്ലേ. ബൊഹേന്നാ പറയാ? ബോഹിയ. ആ എന്താണ്? എന്തിന്? ഓ, ബെൽജിയത്തിന് ബെൽഹിയം എന്നാണ് പറയാ.
നമ്മുടെ വണ്ടിയിലുള്ള ഗ്രോസറീസും പാത്രങ്ങളും എല്ലാം നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് വെച്ചു. ആൾക്കാരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിയിരുന്നതിന് ശേഷം നമ്മൾ രണ്ടുപേരുമാണ് ഇവിടുന്ന് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഓൾറെഡി. നമ്മളിവിടുന്ന് നേരെ പോണത് ഏതെങ്കിലും അടുത്താണ് പെട്രോൾ പമ്പ് അല്ല, അവിടെയുള്ള നമ്മൾ അത് നിർത്തുക. എന്നിട്ട് അവിടുന്ന് നേരത്തെ ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു തരും. പിന്നെ നമ്മൾ സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങോട്ട് എത്തും അല്ലേ? നേരത്തെ ഹോട്ട് ചോക്ലേറ്റ് സോറി ഞാനാ ഇഷ്ടല്ലേ? ഐശ്വര്യ ഇഷ്ടം. അപ്പൊ നമ്മൾ വാങ്ങിക്കും. ഇത് സൺചേട്ടൻ്റെ അമ്മ ചേച്ചിയും പുതിയ കാറാണ്. ഇപ്പം ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഇലക്ട്രിക് കാറാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചാർജിങ് ഒരു വലിയ പണിയായിരിക്കും എന്ന് വിഷ്ണു പറയുന്നുണ്ട്. കാരണം ഏകദേശം ഒരു 5-6 കാറ് നമുക്ക് മാറ്റി മാറ്റി ചാർജ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് പകുതി ദൂരം നമ്മൾ താണ്ടിയിരിക്കുകയാണ്. ഇനി 7 മിനിറ്റിൽ നമ്മൾ നമ്മുടെ സൂപ്പർ ചാർജറിലെത്തും അല്ലേ വിഷ്ണു? എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവ്? പ്രതു എങ്ങനെ ഉണ്ടായിരുന്നു പ്രതു വിഷ്ണുവിന്റെ വഴി തെറ്റിക്കൽ ഗെയിം? നെയ്ത്തൻ ഒരു ഗെയിമിലാണ് മിണ്ടാതിരിക്കുക എന്നുള്ള ഗെയിമിൽ 7 മിനിറ്റ് നെയ്ത്തൻ ആ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കല്ലേ നെയ്ത്തൻ? യാന്ന് പറയൂ. യാ ഗുഡാണോ നെയ്ത്തൻ? ഹോട്ട് ചോക്ലേറ്റ് ആണോ? ഐഷും ഹോട്ട് ചോക്ലേറ്റാ കുടിച്ചത്, നെയ്ത്തനും ഹോട്ട് ചോക്ലേറ്റാ കുടിച്ചത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 300 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് 5 മിനിറ്റിൽ നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തും. അവിടെ ഓൾറെഡി ബിൻചേട്ടനും റേച്ചേട്ടനും എത്തിയിട്ടുണ്ട്. നമ്മൾ 3-ാം സ്ഥാനം അടിക്കുമോ പ്രതു? അടിക്കുമോ നെയ്ത്തൻ? അതെന്താണോ നമസ്തേ? നമ്മൾ ക്രിസ്മസിൽ സാധാരണ ഇങ്ങനെ എല്ലാവരും കൂടി സ്റ്റേ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കണ്ടുപിടിക്കാറ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വേണം. പിന്നെ 2, നമ്മൾ രാത്രി പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് ശബ്ദം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്കാർക്കൊന്നും വലിയ ഉപദ്രവം തോന്നരുതല്ലോ. അതുകൊണ്ട് ഏകദേശം ഒരു ഒറ്റപ്പെട്ട പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കിയെടുക്കാറ്. അങ്ങനെ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ട്രാവലിന് ശേഷം നമ്മളിതേ ഇവിടെ എത്തി. നമ്മളെക്കാളും മുന്നേ ഇവിടെ ബിൻചേട്ടനും റേച്ചേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ലഗേജും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇറക്കി വെച്ച് നമുക്കിനി വീട്ടിലോട്ട് കയറാം. ഇതെന്താണിത്? ഇത് എങ്ങനെ ഒരു വീടാക്കി കാണണം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണം. വാവ്, അകത്തൊരു ചെറിയ ഫയർ പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വന്ന ഉടനെ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ പരിപാടികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിൻ്റെ ഇടയിൽ ഹോം ടൂർ തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ മുകളിലോട്ട് കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ. എവിടെ വീട് കാണാൻ, എവിടെ റൂം കാണാനില്ലല്ലോ? ഓ, ഇതാ ഒരു ബെഡ്റൂം. വാഷ് ബേസിനും ഉണ്ടോ? കൊള്ളാലോ. എന്താ ഒരു തിങ് ഇല്ലാത്ത? ടോയ്ലറ്റ് എവിടെ? അത് കണ്ടുപിടിച്ചില്ലേ നിങ്ങള്? ഈ വീട്ടില് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു പരന്ന് കിടക്കുന്ന ഒരു വീട്. ഇങ്ങനെ എല്ലാവരും കൂടി ട്രിപ്പ് പോകുമ്പോൾ ഓരോരുത്തർ ഭയങ്കര വില്ലിംഗ് ആയിട്ട് എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഏറ്റെടുക്കുന്ന ചില ജോലികളുണ്ട്. അമ്മു ചേച്ചി, അച്ചേച്ചി, നീ ചേച്ചിയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ള ഈ ഒരു ബൾക്ക് കുക്കിംഗ് ഏറ്റെടുക്കാറ് കേട്ടോ. അവർക്ക് ഭയങ്കര സ്കില്ലാണ് അതിൽ. എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നാറ് പിള്ളേരോടൊപ്പം കളിക്കാനും അവർ എൻ്റർടൈൻ ചെയ്യാനും അവർക്ക് വലിയ കേടുപാടുകളില്ലാതെ അവരോടൊപ്പം നിൽക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും എളുപ്പം തോന്നാറ് എനിക്ക് പിള്ളേരോടൊപ്പം കളിക്കാനാണ് കേട്ടോ. പിന്നെ ക്ലീനിങ്ങിന് നമ്മുടെ കയ്യിൽ ഓൾറെഡി എക്സ്പേർട്സ് ഉണ്ടല്ലോ, സൺചേട്ടനും വിഷ്ണുവും ദിബിൻ ചേട്ടനും പ്രതു ഒക്കെ. അപ്പോൾ അവർ ആ ഒരു കാര്യവും നോക്കിക്കോളും. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം ഫുൾ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇന്ന് രാത്രിത്തെ മെനു ചിക്കൻ ഫ്രൈയും സാമ്പാറും ചോറുമാണ്. സാമ്പാർ ഉണ്ടാക്കുന്ന അമ്മു ചേച്ചി. എത്ര ഗ്ലാസ് അരി ഇടണം എന്നുള്ള തീരുമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമികൾ എന്താ വേണ്ട? ഓ, കണ്ണിലൊക്കെ വെള്ളം വന്നല്ലോ. അപ്പൊ ടി വി ഓഫ് ചെയ്തപ്പോക്ക് കാർട്ടൂൺ കാണാൻ പറ്റാത്തതിന്റെ വിഷമായിരുന്നു. ആരാണ് ഈ വന്നിരിക്കുന്നത്? ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്.
വീട്ടില് നമുക്ക് എന്ത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക തരം വീട്. രണ്ടാമത് വന്നോ? ഞാൻ സ്വന്തം ഇങ്ങനെ വന്നിട്ടുണ്ട്. Happy birthday dear Deepa. Happy birthday to you. ഇന്ന് ദീപ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിൻ്റെ ചെറിയൊരു സന്തോഷ പ്രകടനമാണ് അവിടെ നടന്നത്. ചിക്കൻ മാരിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ ചോറും സാമ്പാറും ചിക്കൻ ഫ്രൈ ഒക്കെ ആയി വരുമ്പോഴേക്ക് നേരം കുറേ ആവും. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഡ്ലിക്കും ചമ്മന്തിക്കും ഭയങ്കര ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ഓവൻ ചെയ്യട്ടെ. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവുമല്ലോ ഇഡ്ലി. ദീപ ചേച്ചിയും ദിബിൻ ചേട്ടനും കൂടെ എത്തിയ സ്ഥിതിക്ക് ഇനി ഫറൂഖും നീ ചേച്ചിയും കൂടെ ബാക്കിയുള്ളൂ. നീ ചേച്ചിക്ക് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും നീ ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെത്താൻ എന്തായാലും ഒരു 1 മണി 2 മണിയൊക്കെ ആവുന്നുണ്ടായിരിക്കും. ഇന്ന് രാത്രിയായിരിക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര എനർജിയുള്ളൊരു ദിവസം കേട്ടോ. കാരണം നമ്മൾ ഭയങ്കര ലുക്ക് ഫോർവേഡ് ചെയ്തൊരു ദിവസമല്ലേ. പിന്നെ എല്ലാ വർഷവും നമ്മളിത് ചെയ്യുകൊണ്ട് ഇത് മുടങ്ങാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാവുകൊണ്ട് അതിനോടൊരു ഇഷ്ടക്കൂടുതലുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ദിബിൻ ചേട്ടൻ വന്നോടുള്ളൊരു സ്നേഹപ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഏരിയ ഒക്കെ വെച്ചിട്ട് ഇവിടെ യൂറോപ്യൻസിൻ്റെ സ്പൈസ് ടോളറൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാലം നമ്മളിവിടെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, പിന്നെ പിള്ളേർക്കും അധികം എരിവില്ലാത്ത ഫുഡൊക്കെ ആയിരിക്കും ഇഷ്ടം. അതൊക്കെ കഴിച്ച് നമ്മുടെയും സ്പൈസ് ടോളറൻസ് കുറച്ച് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്കും ദീപ ചേച്ചിക്കും ഇപ്പോഴും അത്യാവശ്യം നല്ല എരിവുള്ള ഭക്ഷണമാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മ്യൂച്വലി കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ രണ്ടുപേരുടെയും ഉള്ളിച്ചമ്മന്തി. വിശപ്പിനൊരു ചെറിയ ശമനം കിട്ടിയതുകൊണ്ട് അമ്മു ചേച്ചി അച്ചേച്ചിയും കൂടെ കുക്കിങ്ങിന് കയറിയിട്ടുണ്ട്. ഞാൻ ദേ പിള്ളേരുടെ ഒപ്പം പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നേക്ക് ഇവന്മാർ അത്യാവശ്യം നല്ല വികൃതിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെ വികൃതിയൊന്നുമില്ല. ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ടേക്ക് കെയർ ചെയ്തിട്ടാണ് കളിക്കുക. പക്ഷെ എന്നാലും ഇടയ്ക്ക് ചെറിയ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം. കൂട്ടത്തിൽ ദേ ആരിയാണ് കുറച്ച് ചെറുത്. അവന് മറ്റവരോടൊപ്പം കളിച്ചെത്താറില്ല. അതിൻ്റെ കംപ്ലയിൻസ് ആണ് അവൻ അധികം ഉണ്ടാവാറ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിള്ളേർക്ക് ഒരു റൗണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തു. ഇനി കത്തി ടൈമാണ് കേട്ടോ. എത്ര പറഞ്ഞു കഴിഞ്ഞാലും തീരാത്തതാണ് ഈ വർത്താനം. പ്രത്യേകിച്ച് ദീപ ചേച്ചിക്ക് എവിടുന്നാണ് ഈ പുതിയ പുതിയ ടോപ്പിക്സ് ഒക്കെ കിട്ടുന്നതാവോ. ദീപാജി, ഇത്രയും തിരക്കിനിടയില് രാത്രി 12:30 1 മണിയല്ലേ, 1 മണിക്ക് പാർട്ടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, കുക്കിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനും സഞ്ജേട്ടനും ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നു. ദീപ ചേച്ചി അവിടെ നിന്ന് ജോലി എടുക്കുന്നു. നമ്മളെല്ലാവരെയും ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദേ ചിക്കൻ ഫ്രൈ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറും വെച്ചു. ചോറ് നമ്മൾ ബസ്മതി റൈസാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നീതു ചേച്ചി അപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. കുറേ നേരം വർത്താനം പറഞ്ഞ് പിന്നെ എല്ലാവരും പോയി കിടന്നു. ഇനി റിയൽ വിശേഷമായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അപ്പോൾ നാളെ കൂടുതൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ഗെറ്റ് ടുഗദർ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നാളെ കാണുന്നത് വരെ സസ്നേഹം തനി മലയാളി. ടാറ്റാ. അപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ.